വടകരയിൽ MDMA ശൃംഖലയിലെ പ്രധാന പ്രതി പേരാമ്പ്ര സ്വദേശി കാവ്യ പോലീസ് പിടിയിലായതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട MDMA വിതരണ ശൃംഖലയുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ് കാവ്യ എന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞത്. ഓൺലൈൻ ഇടപാടുകൾ വഴി ലക്ഷങ്ങളുടെ മയക്കുമരുന്ന് കച്ചവടം. നേരിട്ട് കാണില്ല, പണം അക്കൗണ്ടിലെത്തിയാൽ ലൊക്കേഷനിൽ എത്തും. ഡിജിറ്റൽ യുഗത്തിലെ ഹൈടെക് ലഹരി ഇടപാടുകൾക്കാണ് വടകര പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും തടയിട്ടത്. കേസിൽ മൂന്നാം പ്രതിയായ കാവ്യ ഈ ലഹരി ശൃംഖലയിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പ്രധാന കണ്ണിയാണ്. വളരെ ആസൂത്രിതമായ രീതിയിലായിരുന്നു ഇവരുടെ ലഹരി കച്ചവടം. മയക്കുമരുന്ന് ആവശ്യപ്പെടുന്നവർ കാവ്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം അയച്ചിരുന്നത്. പണം അക്കൗണ്ടിൽ എത്തിയെന്ന് ഉറപ്പാക്കിയാൽ ലഹരി മരുന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇവർ ആവശ്യക്കാർക്ക് അയച്ചു നൽകും. തുടർന്ന് മറ്റൊരു വ്യക്തി വഴിയാണ് MDMA കൈമാറുന്നത്. ലഹരി വാങ്ങുന്നവരുമായി കാവ്യ നേരിട്ട് യാതൊരുവിധ ബന്ധവും പുലർത്തിയിരുന്നില്ല. ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് രൂപ കേസിന്റെ സൂത്രധാരനും ഒളിവിലുള്ളതുമായ മുഖ്യപ്രതിയുടെ അക്കൗണ്ടിലേക്ക് കാവ്യ കൈമാറുകയായിരുന്നു പതിവ്. ഈ പ്രധാന പ്രതിക്കായി പോലീസ് ശക്തമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ആവിക്കൽ സ്വദേശി സഫ്വാന്റെ പക്കൽ നിന്ന് 2 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഫോൺ രേഖകളും കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ തന്ത്രപരമായ നീക്കമാണ് പോലീസിനെ കാവ്യയിലേക്ക് എത്തിച്ചത്. പിടിയിലായ കാവ്യയും നേരത്തെ അറസ്റ്റിലായ കീർത്തനയും ആത്മമിത്രങ്ങളാണ്. ഇരുവരും BRCയിൽ താൽക്കാലിക ജീവനക്കാരാണ്. കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫ് IPSന്റെ നേതൃത്വത്തിൽ SI ഷമീർ, ASI സിജേഷ്, ASI ഷിന, ഷിബ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത്.